തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെതിരെ തിരുവിതാംകൂർ ദേവസ്വം എംപ്ലോയീസ് യൂണിയൻ രംഗത്ത്. തീർത്ഥാടകരുടെ എണ്ണം പരിമിതപ്പെടുത്തുന്നതിന്റെ കാരണം പോലീസിന്റെ അനാവശ്യ നിയന്ത്രണമാണ്. പോലീസ് ഭക്തജനങ്ങളെ മർദ്ദിക്കുകയും വാഹനങ്ങൾ തടഞ്ഞു നിർത്തുകയും ചെയ്യുന്നുണ്ട്. വിവരങ്ങളുമായി ആനന്ദ് പുത്തൂർ ചേരുന്നു. ആനന്ദ്, വിശദാംശങ്ങൾ. തിരുവിതാംകൂർ ദേവസ്വത്തിലെ തൊഴിലാളികളുടെ സംഘടനയായ തിരുവിതാംകൂർ ദേവസ്വം എംപ്ലോയീസ് യൂണിയനാണ് ഇന്ന് ദേവസ്വം ബോർഡിനെതിരെ ശക്തമായ വിമർശനങ്ങളുമായി രംഗത്തെത്തിയത്. അതായത് ശബരിമലയിൽ തീർത്ഥാടകരുടെ എണ്ണം പരിമിതപ്പെടുത്തുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് പോലീസ് അതിൽ ഏർപ്പെടുത്തുന്ന അനാവശ്യ നിയന്ത്രണങ്ങളാണ്. ഈ ശബരിമലയിലേക്ക് എത്ര തീർത്ഥാടകർ വരണം എന്നുള്ള കാര്യങ്ങളടക്കം പോലീസാണ് തീരുമാനിക്കുന്നത്. ദേവസ്വം ബോർഡും പോലീസും തമ്മിൽ ആ തരത്തിലൊരു കൂട്ടായ്മ ഉണ്ടാവുന്നില്ല. അത് മാത്രമല്ല, പോലീസ് ഭക്തജനങ്ങളെ മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഭക്തജനങ്ങളുടെ വാഹനങ്ങൾ തടഞ്ഞു നിർത്തുകയും ചെയ്യുന്നു. ആ തരത്തിൽ ഭക്തജനങ്ങളെ ക്രമസമാധാനം കൃത്യമായി പുലർത്തേണ്ട പോലീസ് ഭക്തജനങ്ങളെ മർദ്ദിക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിക്കുന്നത്. മാത്രമല്ല, 18-ാം പടിയുടെ നിയന്ത്രണം കേന്ദ്രസേനയെ ഏൽപ്പിക്കണമെന്ന ആവശ്യവും ഇവർ മുന്നോട്ട് വെച്ചു. ഈ അരവണ ക്ഷാമവുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ ആരോപണങ്ങൾ തന്നെയാണ് ഇന്ന് ഈ ദേവസ്വത്തിന്റെ യൂണിയൻ, ദേവസ്വം എംപ്ലോയീസ് യൂണിയൻ പറഞ്ഞത്. അവർ പറയുന്നത് അരവണക്ഷാമം ഉണ്ടായതിന്റെ പ്രധാനപ്പെട്ട കാരണം ദേവസ്വം ബോർഡിന്റെ പരാജയം തന്നെയാണ്. അത് മാത്രമല്ല, അരവണ ടെൻഡർ ഇരട്ടി വിലക്കാണ് പുതിയ 2 കമ്പനികളെ ഏൽപ്പിച്ചിട്ടുള്ളത്. ഈ പുതിയ 2 കമ്പനികൾ പഴയ കമ്പനികളുടെ കടലാസ് കമ്പനികളാണെന്നുള്ള ആരോപണം ഇവർ ഉന്നയിച്ചിട്ടുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വിജിലൻസ് അന്വേഷണം നടത്തണമെന്നും ഒരാവശ്യവും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഈ ഭക്തജനങ്ങളോടുള്ള ആക്രമണം അവസാനിപ്പിച്ചില്ലെങ്കിൽ സമരവുമായി രംഗത്തിറങ്ങും എന്ന് തന്നെയാണ് ഇന്ന് തിരുവിതാംകൂർ ദേവസ്വം എംപ്ലോയീസ് യൂണിയൻ വിശദമാക്കിയത്. ശരി, ആനന്ദാണ് വിവരങ്ങൾ നൽകിയത്.